നമസ്കാരം. നക്ഷത്ര രാശിയിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. സൂര്യന് 10ാം ഭാവം എപ്പോഴും ഒരു വ്യക്തിയുടെ ജോലി സംബന്ധമായ കാര്യത്തിൽ ഉറപ്പ്, അല്ലെങ്കിൽ ജോലിയിൽ അയാൾക്ക് കിട്ടുന്ന പ്രാഗൽഭ്യം, മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന മതിപ്പ്, അധികാരവും അതുപോലെ തന്നെ പദവിയുമുള്ള ജോലി കിട്ടുക തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ സൂര്യൻ 10ാം ഭാവത്തിൽ നിന്നാൽ ലഭിക്കും എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ പാപഗ്രഹമായ ശനി 10ൽ നിന്നാലും ജോലി സംബന്ധമായ കാര്യത്തിൽ കഠിനാധ്വാനത്തിലൂടെ ഉയർന്നു വരാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. രാഹു 10ാം ഭാവത്തിൽ നിന്നാൽ വളരെ നല്ലതാണെന്ന് പറയുന്നു. അപ്പോൾ അതുപോലെ ഗുളികൻ, തെക്കൻ കേരളത്തിൽ മാത്രമാണ് ഗുളികൻ്റെ സാന്നിധ്യം കൂടുതലായിട്ട് ജ്യോതിഷത്തിൽ പരാമർശിക്കപ്പെടുന്നത്. അപ്പോൾ ഗുളികൻ 10ൽ നിന്നാൽ പോലും ജോലി സംബന്ധമായ കാര്യത്തിൽ വളരെ ഉയർച്ച പറയുന്നുണ്ട്. ഇപ്പോൾ പാപഗ്രഹങ്ങൾക്ക് പോലും പലപ്പോഴും ശുഭകരമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഭാവമാണ് ലൗകിക ഭാവമായ മെറ്റീരിയൽ ഭാവം എന്ന് പറയാവുന്ന 10ാം ഭാവം. ഇനി ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. അതായത് ഫെബ്രുവരി 11 മുതൽ ഫെബ്രുവരി 17 വരെയുള്ള ഒരാഴ്ചത്തെ ഫലം ഓരോ കൂറുകാർക്കും എങ്ങനെയാണ് എന്ന്. മേടക്കൂർ, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 10ാം ഭാവത്തിൽ ഇപ്പോൾ 4 ഗ്രഹങ്ങൾ വരികയാണ്. 11ാം തീയതി ശുക്രൻ നിൽക്കുമെങ്കിലും 12ാം തീയതി ശുക്രൻ 9ൽ നിന്ന് 10ലോട്ട് പ്രവേശിക്കും. അപ്പോൾ ശുക്രൻ, ചൊവ്വ, ബുധൻ, സൂര്യൻ ഇവരെല്ലാം 10ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായ കാര്യത്തിൽ ആശാവഹമായ ചില തീരുമാനങ്ങൾ കിട്ടും. മാത്രമല്ല, ഇപ്പോൾ ജോലിയിൽ ഇരിക്കുന്നവർക്ക് ആ ജോലി സംബന്ധമായ പദവി സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ചയോ അതിൽ മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കുന്ന വാർത്തയോ കേൾക്കാനിടവരും. സാമ്പത്തികമായി താങ്കൾക്ക് ഗുണം കിട്ടുന്ന പുതിയ മേഖലയിലേക്ക് ജോലിയിലെ മാറ്റം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ തങ്ങളുടെ കർത്തവ്യം കൃത്യമായി ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടുള്ള മറ്റുള്ളവരിൽ നിന്നുള്ള ആദരവ്, ബഹുമാനം, അതുപോലെ തന്നെ പ്രശംസ, സാമ്പത്തിക നേട്ടം മുതലായവ പിടിച്ചുപറ്റാനും സാധിക്കും. അതുകൊണ്ട് 10ാം ഭാവത്തിൽ ഇത്രയേറെ ഗ്രഹങ്ങൾ നിൽക്കുന്നത് കർമ്മരംഗത്തെ വളരെ അധികം ഇവർക്ക് ഗുണം ചെയ്യും. യാത്ര വളരെ അനുകൂലമായിട്ട് വരും. വിദേശത്ത് പഠിക്കുകയോ വിദേശത്ത് ജോലി ചെയ്യുകയോ ചെയ്യുന്ന തങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ടവരുടെയോ തങ്ങളുടെ ആശ്രിതരുടെയോ അല്ലെങ്കിൽ സന്താനങ്ങളുടെയോ ഒക്കെ ഭാവി ഓർത്ത് സന്തോഷത്തിൻ്റെ വർത്തമാനം കേൾക്കാൻ സാധിക്കും. അവരിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാകാൻ സാധിക്കും. അവരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മനസ്സിന് വിഷമമുണ്ടായിരുന്നത് മാറിക്കിട്ടും. മറ്റൊന്ന്, മേടക്കൂറിൽ സംഭവിക്കുന്ന വേറൊന്ന്, ആ തുടക്കത്തിൽ അതായത് 11ാം തീയതി പിതാവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ നേരിയ ചില വിഷമങ്ങൾ ഉണ്ടാകാം. എന്നാൽ ചിലർക്കെങ്കിലും പിതാവിൻ്റെ അസുഖാവസ്ഥ മാറുന്ന കാര്യത്തിൽ സന്തോഷകരമായ വർത്തമാനം കേൾക്കാനും സാധിക്കും. മിക്കവാറും ഡയബറ്റിക് സംബന്ധമായ അസുഖമോ മറ്റെന്തെങ്കിലും കാൽപാദങ്ങൾക്ക് പിടിപെട്ടുന്ന വ്യാധിയോ ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായും വർദ്ധിക്കാനിടയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അല്പം വിഷമമുണ്ടായേക്കാം. എന്നാൽ ഉപരിപഠന സംബന്ധമായോ സന്താനങ്ങളുടെ ജോലി സംബന്ധമായോ സന്താനങ്ങൾക്കുണ്ടാകുന്ന മറ്റേതെങ്കിലും വിജയത്തിൻ്റെ ഫലമായോ ഒക്കെ ആനന്ദിക്കാൻ വക നൽകുന്ന ഒന്നാണ്. ഈ നക്ഷത്രക്കാർക്കും തങ്ങളുടെ ഉപരിപഠന സംബന്ധമായ കാര്യങ്ങളിലും വിദേശത്ത് ജോലി ലഭിക്കാവുന്ന കാര്യത്തിലുമൊക്കെ അനുകൂലമായ വാർത്ത കേൾക്കാനിടയുണ്ട്. പൊതുവെ ഗുണകരമായ ഒരു അന്തരീക്ഷമാണ് കാണുന്നത്. എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ സാമ്പത്തികമായി അധിക ചെലവുണ്ടാകുമെന്ന് കാണുന്നു. അധിക ചെലവ് ഒരിക്കലും മോശപ്പെട്ടൊരു കാര്യത്തിനായിരിക്കില്ല. ഒന്നുകിൽ ആത്മീയമായ എന്തെങ്കിലും കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ തങ്ങളുടെ തന്നെ ഭാവിയിൽ ഗുണം ചെയ്യാവുന്ന ചില കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടാകാം. ചിലപ്പോൾ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ സന്ദർശനത്തിന് പോയെന്നിരിക്കാം. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ തങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനോ വീടുമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിനോ ഒക്കെ ചിലവഴിക്കുന്ന ധനമാകും. അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിന്. എന്തായാലും അനാമത്തായി നഷ്ടപ്പെടുന്നു പോകുന്ന ഒന്നായിട്ട് കാണുന്നില്ല. ആഴ്ചയുടെ അവസാനത്തെ ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും ദേഹസൗഖ്യവും അതുപോലെ പുരസ്കാരം നേടാൻ സാധിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് പ്രശംസയും അനുമോദനവും ഒക്കെ കിട്ടുകയും ചെയ്യുന്ന അവസ്ഥയാണ്. പൊതുവേ ഇവർക്ക് ഗുണകരമാണ്. ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 11, 14 ഉച്ചയ്ക്ക് ശേഷം 15, 16 ഉച്ചവരെയും വളരെ ഗുണകരമായ ദിവസങ്ങളാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും തൊഴിലിടത്ത് വളരെ ഗുണകരമായ അവസ്ഥ കാണുന്നു. പ്രത്യേകിച്ചും ആഴ്ചയിലെ ആദ്യത്തെ 3 ദിവസങ്ങളോളം തന്നെ ഇവർക്ക് സാമ്പത്തികമായ ഉയർച്ച നല്ല രീതിയിൽ ഉണ്ടാകുമെന്ന് കാണുന്നു. അതും തങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിന്ന് തന്നെ ലഭിക്കുന്നു എന്നറിയുമ്പോൾ അഭിമാനത്തിന് വകയുണ്ട്. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ സംതൃപ്തി ലഭിക്കുന്നു. അതുപോലെ തന്നെ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുമേൽ മറ്റുള്ളവരുടെ
ബഹുമാനവും മറ്റുള്ളവരുടെ പ്രശംസയും ലഭിക്കുന്നു. മേലധികാരികളിൽ നിന്ന് പ്രത്യേകമായ ആദരവ് പിടിച്ചുപറ്റാൻ ഇടവരുന്നു. അത് സാമ്പത്തികമായ നേട്ടത്തിന് ഭാവിയിൽ ഇടവരുത്തുന്ന ഒരു അവസ്ഥയായി മാറുകയും ചെയ്യുന്നു. യാത്ര ഗുണകരമായിട്ട് വരുന്നു. പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകുന്നു. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളെ കാണാൻ സാധിക്കുന്നു. അതുപോലെ ഏതെങ്കിലുമൊക്കെ പുതിയ പ്രോജക്റ്റ് ഇടയ്ക്ക് എന്തെങ്കിലും മുടക്കം വന്ന് കിടന്നിരുന്നുവെങ്കിൽ അതിനൊക്കെ മാറ്റം വരുന്നതാണ്. പൊതുവേ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഒരു ഈസിനെസ് ഉണ്ടാകുന്നു. പഴയ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മുടക്കമോ ഒക്കെ മാറി വളരെ സുഗമമായി ഒഴുകുന്ന ഒരു നദി പോലെയാകുന്നു പ്രവർത്തന രംഗമെന്ന് കാണുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇവർക്ക് ഈ പ്രമേഹ സംബന്ധമായ അസുഖമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഈ ഇൻഫെക്ഷൻ പ്രത്യേകിച്ചും ജെനിറ്റൽ ഓർഗൻസിലോ അടിവയറിലോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് വർദ്ധിക്കാനിടയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആശുപത്രിവാസമോ മരുന്നു സേവയോ ഒക്കെ ഉണ്ടായെന്ന് വരാം. എന്നാൽ അടുത്ത ബന്ധുക്കളോ മറ്റു സുഹൃത്തുക്കളോ ഒക്കെ ഇവരെ ഇപ്പോൾ സഹായിക്കുമെന്ന് കാണുന്നു. എന്നാൽ കുടുംബത്തിൽ ആദ്യത്തെ 1-2 ദിവസം ജീവിത പങ്കാളിയുമായി നേരിയ ചില നീരസങ്ങളോ വഴക്കോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ അതെല്ലാം മാറിപ്പോകുന്നതുമാണ്. എന്നാൽ പൊതുവെ ഇവർക്ക് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം നട്ടെല്ല്, ലോവർ അബ്ഡമിൻ ഭാഗങ്ങൾ, അതുപോലെ തന്നെ ജെനിറ്റൽ ഓർഗൻസിൻ്റെ ഭാഗങ്ങളിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളോ നീറ്റലോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ധാരാളമായിട്ട് വെള്ളം കുടിക്കണം ഈ ആഴ്ച. ഇൻഫെക്ഷൻ ശരീരത്തെ ബാധിക്കാം. അത് ഏതെങ്കിലും തരത്തിലൊക്കെ ആൻറ്റിബയോട്ടിക്സ് കഴിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രതിവിധികളിലൂടെയോ അതൊക്കെ മാറ്റിയെടുക്കേണ്ടതാണ്. പൊതുവെ മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ പ്രവർത്തന വിജയവും സാമ്പത്തിക നേട്ടവും കാണുന്നു. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് യാത്ര ചെയ്യാനോ അവരുമായി സമയം ചിലവഴിക്കാനോ അനുവദിച്ച് കിട്ടുന്നതുമാണ്. പൊതുവെ ഗുണകരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഈ ആഴ്ച ഇടവക്കൂറുകാർക്ക്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 11-ാം തീയതി നല്ലതാണ്. 12, 13, 14 ഉച്ചവരെയും ഗുണം ചെയ്യുന്നു. പിന്നീട് 16 ഉച്ചയ്ക്ക് ശേഷം 17 ഇവർക്ക് താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയും കർമ്മരംഗത്ത് സഞ്ചരിക്കുന്ന രാഹുവും അതുപോലെ 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതുവും ലൗകിക സ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ കുടുംബം അതുപോലെ തന്നെ കർമ്മരംഗം ഈ ഭാവത്തൊക്കെ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ തങ്ങളുടേതായ ബുദ്ധിപരമായ കഴിവും ക്രിയേറ്റിവിറ്റിയും ക്രിയാത്മകമായ കഴിവുമൊക്കെ തന്നെ പ്രവർത്തന മേഖലയിൽ ഇവരെ വേറിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. എന്നാൽ മറ്റൊന്ന് സംഭവിക്കുന്നത് തങ്ങളെക്കുറിച്ചുള്ള അപവാദകഥകൾ ഈ ഒരു അവസ്ഥയിൽ തങ്ങളെക്കുറിച്ച് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തുവെന്നും തങ്ങളുടെ വ്യക്തിത്വത്തിന് മറ്റൊരു തരത്തിലുള്ള നിറം പകർത്താനുമൊക്കെ ചിലർ ഈ സമയം ഉപയോഗിച്ചു എന്ന് വരാം. അതിൽ അവർ വിജയിക്കുകയും ചെയ്തു എന്ന് വരാം. അതുകൊണ്ട് അപവാദകഥകൾ, തെറ്റിദ്ധാരണകൾ മുതലായവ തങ്ങളുടെ പ്രവർത്തന മേഖലയിലും ചിലപ്പോൾ കുടുംബത്തിലും അത്തരം ചില പ്രതിച്ഛായകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങേ അറ്റം കൃത്യതയോടുകൂടി ഓരോ കാര്യവും ചെയ്യുക. തങ്ങളുടെ മേൽ സംശയത്തിൻ്റെ ഒരു കണ്ണ് വീഴ്ത്താതെ വരുത്താൻ നോക്കുന്നത് ആണ് ഈ സമയത്ത് ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ പ്രത്യേകമായ ചുമതല. അതല്ല എങ്കിൽ ചെറിയ ചില തെറ്റുകൾ പോലും വലിയ മോശപ്പെട്ട അവസ്ഥകളായി ചിത്രീകരിക്കാൻ മറ്റുള്ളവർ ശ്രമിക്കുകയും അതിൽ ഭാഗികമായെങ്കിലും അവർ വിജയിക്കുകയും ചെയ്തേക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതുപോലെ അണുബാധ ശരീരത്തെ ബാധിക്കാം. വിഷമുള്ള വസ്തുക്കളിൽ നിന്നോ ജീവികളിൽ നിന്നോ ഒക്കെ അണുബാധ ശരീരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അലർജി അസുഖങ്ങൾ ഉണ്ടാകാം. ജലജന്യമായ രോഗങ്ങൾ, ജലത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ദ്രാവക രൂപത്തിലുള്ള വസ്തുക്കളിൽ നിന്നോ ഭക്ഷ്യവിഷം ഇവരിൽ ബാധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സാധാരണ നിലയിൽ ഇതിനെ അലർജി അസുഖങ്ങൾ എന്നാണ് പറയുക. പ്രത്യേകിച്ചും രാഹുകേതുക്കളുടെ സമന്വയം മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളെല്ലാം തന്നെ ഇൻഫെക്ഷൻ രൂപത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അലർജി സംബന്ധമായ അസുഖത്തിലോ ആണ് സംഭവിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ത്വക്ക് രോഗത്തിനും സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഇവർക്ക് വളരെ ഗുണം കാണുന്നു. പ്രത്യേകിച്ചും വിദേശത്തു നിന്ന് ധനസഹായം വരാം. തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ വിദേശ സംബന്ധമായ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടാവാം. തങ്ങളുടെ കഴിവിനും പ്രത്യേകമായി തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കഴിവിനുമൊക്കെ നല്ല ഒരു വാതായനം തുറന്നു കിട്ടുന്ന അവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായ നേട്ടം കഴിവിനനുസരിച്ച് ഉയരുന്ന ഒരു വാരം തന്നെയാണ്. 11-ൽ നിൽക്കുന്ന വ്യാഴവും അതിനവരെ സഹായിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത, കുടുംബത്തിൽ ഇപ്പോൾ പ്രത്യേകമായ ചില കാര്യങ്ങളൊക്കെ വാങ്ങാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് ജീവിത പങ്കാളിക്ക് വസ്ത്രമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളായിട്ടോ ഒക്കെ സമ്മാനം നൽകാൻ സാധിക്കുന്നതാണ്. ആഭരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കും. വീടുമായി ബന്ധപ്പെട്ട് പുനരാവിഷ്കരണമോ അല്ലെങ്കിൽ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്തു കൊടുക്കലോ ഒക്കെ ഇപ്പോൾ സംഭവിക്കുന്നതാണ്. വളരെ സ്പീഡ് കുറച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ, പ്രത്യേകിച്ച് വാഹനം ഓടിക്കുവാൻ. കാരണം അപകട സാധ്യതയും കാണുന്നുണ്ട്. ശരീരത്തിൽ മുറിവോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പൊള്ളലോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ കാര്യവും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. തങ്ങളുടെ വാക്കും വളരെ സൂക്ഷിക്കുക. സ്വന്തം വാക്ക് തന്നെ ചിലപ്പോൾ കുടുംബത്തിലും തൊഴിലിടത്തിലുമൊക്കെ ഏതെങ്കിലും തരത്തിൽ ശത്രുവായി മാറാനുള്ള സാധ്യതയുമുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത്
12, 13, 14, 15, 16 ഉച്ചവരെയും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനിയുടെയും അതുപോലെ തന്നെ 9-ൽ നിൽക്കുന്ന രാഹുവിൻ്റെയും സഞ്ചാരം പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഇവർക്കിപ്പോൾ 7-ാം ഭാവത്തിലേക്ക് ശുക്രൻ വന്നിരിക്കുന്നതും 7-ാം ഭാവത്തിൽ ചൊവ്വ വളരെ ശക്തിയോടുകൂടി നിൽക്കുന്നതുമൊക്കെ തന്നെ ഗാർഹസ്ഥ്യ ബന്ധങ്ങളിൽ ഉണ്ടാകാവുന്ന ചില ചെറിയ കലഹമോ പ്രശ്നമോ ആണ്. ചിലപ്പോൾ വീട്ടിൽ നിന്ന് അകന്നു നിന്നേക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇവിടെ ശുഭഗ്രഹങ്ങളുടെ സാന്നിധ്യം കൂടി ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ വിദേശ സംബന്ധമായ ജോലിയിലോ അല്ലെങ്കിൽ ജോലി കയറ്റം കിട്ടി മറ്റൊരു ജില്ലയിലേക്കോ മറ്റൊരു സ്ഥലത്തേക്കോ പോകേണ്ടി വരുന്നതിൻ്റേതായ ചെറിയ അകൽച്ചകൾ മാത്രമായിരിക്കും. അതൊരു കലഹത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വേർപിരിഞ്ഞു നിൽക്കുന്നതിൻ്റെയോ അവസ്ഥയായി കണക്കാക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഈ മാറ്റം, ഈ അകന്നു നിൽക്കൽ സാമ്പത്തികമായ ഗുണവും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ചയും ജീവിതത്തിൽ മൊത്തത്തിൽ പുരോഗതി ഉണ്ടാകുന്നതിൻ്റെ ലക്ഷണമായും കണ്ടാൽ മതി. പൊതുവേ ഗുണകരമാണ് ഈ മാറ്റങ്ങൾ. എന്നാൽ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമോ പ്രശ്നമോ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാ കാര്യവും മനസ്സിനെ അല്പം വിഷമിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അല്പം അമാന്തം നൽകിയിട്ടോ ആയിരിക്കും അതിൻ്റെ ശുഭകരമായ അവസ്ഥയിലേക്ക് മാറുക. അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. 9-ൽ നിൽക്കുന്ന രാഹു പിതാവിനത്ര നല്ലതല്ല. സാമ്പത്തികമായ ദോഷമോ അല്ലെങ്കിൽ ശാരീരികമായ ആവശ്യമോ പിതാവിന് വരുത്തിവെക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ നക്ഷത്രക്കാർ, കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം കുറച്ചുകൂടി മനസ്സിന് സന്തോഷവും ഉല്ലാസവും ശുഷ്കാന്തി തങ്ങളുടെ കർമ്മരംഗങ്ങളിൽ വ്യാപരിപ്പിക്കാനും സാധിക്കുന്ന ഒരു വാരമായിട്ടാണ് കാണുന്നത്. അതുപോലെ കർമ്മരംഗത്ത് ഒരു മാറ്റം പ്രതീക്ഷിക്കാവുന്ന അവസ്ഥ കാണുന്നു. അതുപോലെ സാമ്പത്തികമായ നേട്ടവും കാണുന്നു. വേണ്ടപ്പെട്ട ചില രക്തബന്ധുക്കളുടെ ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഒക്കെ കാണുന്നുണ്ട്. അത്തരം കർമ്മങ്ങളിൽ ചിലപ്പോൾ വ്യസനസമേതം പങ്കുകൊള്ളേണ്ടി വരുന്നതായും കാണുന്നു. പൊതുവേ ഗുണകരം ആണെങ്കിലും ശാരീരികമായ ചെറിയ ചില അവശത, കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കൽ, അതുപോലെ തന്നെ പാദങ്ങളിലും കാലിൻ്റെ കാൽ വണ്ണ എന്ന് പറയുന്ന ഭാഗത്തുള്ള മസിലുകളുടെയും ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള അവശത ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 14 ഉച്ചയ്ക്ക് ശേഷം 15, 16, 17 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും കണ്ടകശനിയുടെയും അതുപോലെ തന്നെ 8-ൽ നിൽക്കുന്ന രാഹുവിൻ്റെയും 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതുവിൻ്റെയും ഒക്കെ ദോഷമുണ്ട്. ഒപ്പം ശുക്രൻ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. ശുക്രൻ 6-ൽ സഞ്ചരിക്കുന്നത് ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. രാഹുവിൻ്റെ അഷ്ടമത്തിലെ നിലയും ശുക്രൻ്റെ 6-ലെ നിലയും തീർച്ചയായിട്ടും സ്ത്രീ സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്കിപ്പോൾ വേദനയോ വിഷമമോ അവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അപമാനമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജീവിത പങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും പ്രത്യേകമായ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലും തരത്തിൽ സംശയത്തിനിട വരുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അത് കുടുംബകലഹത്തിലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യതയും കാണുന്നു. എന്നാൽ 6-ൽ നിൽക്കുന്ന ചൊവ്വയും സൂര്യനുമൊക്കെ ഇവർക്ക് വളരെ ഗുണം ചെയ്യും. 14-ാം തീയതിക്ക് ശേഷം സൂര്യൻ 7-ാം ഭാവത്തിലേക്ക് പോവുകയും ശുക്രൻ 6-ൽ നിൽക്കുകയും ചെയ്യുന്നതൊന്നും ഒട്ടും നല്ലതല്ല ചിങ്ങക്കൂറിന്. അതുകൊണ്ട് 14-ന് ശേഷം കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ ദോഷം കാണുന്നുണ്ട്. ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസരം ഉണ്ടാകുകയും ചെയ്തേക്കാം. എന്നാൽ സാമ്പത്തികമായ നേട്ടം 2-ാം ഭാവാധിപൻ അതുപോലെ 11-ാം ഭാവാധിപനും ആയ ബുധൻ പോയി നിൽക്കുന്നതും 6-ലാണ്. ബുധൻ്റെ 6-ലെ നില അത്രയ്ക്ക് ദോഷമല്ല. അത് ചൊവ്വയുടെ കൂടെ യോജിച്ച് നിൽക്കുന്നതിനാൽ കർമ്മരംഗത്ത് ചില സാഹസികമായ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചൊവ്വയ്ക്ക് കുറച്ചുകൂടി അനുകൂലമായ 4-ാം ഭാവത്തിൻ്റെയും 9-ാം ഭാവത്തിൻ്റെ അധിപനായ ചൊവ്വയാണ് 6-ൽ നിൽക്കുന്നത്. ചൊവ്വ അവിടെ ഉച്ചസ്ഥനാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ശുഷ്കാന്തിയും കായബലവും മനോബലവും ഒക്കെ ഇവർക്കിപ്പോൾ കാണിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്നു. എന്നാൽ ശരീരത്തിൽ മുറിവോ ഉദര സംബന്ധമായ അസുഖമോ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. പൊതുവേ ഭാഗികമായിട്ടാണെങ്കിലും അല്പം സാമ്പത്തികമായ നേട്ടം ഈ ആഴ്ച ഉണ്ടാകുന്നു. എന്നാൽ മറ്റു ചില കാര്യങ്ങളിലൊക്കെ തന്നെയും മോശാവസ്ഥ ഇവരെ പിന്തുടരുന്നതാണ്. അതുകൊണ്ട് ചിങ്ങക്കൂറുകാർ വളരെ ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 11-ാം തീയതി നല്ലതാണ്. പിന്നെ 16 ഉച്ചയ്ക്ക് ശേഷം 17 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ദോഷമാണ്. എന്നാൽ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ്റെയും ബുധൻ്റെയും നില ഗുണകരമാണ്.
6ലേക്ക് 14-ാം തീയതിക്ക് ശേഷം സൂര്യൻ പോകുന്നു. അപ്പോൾ സ്വാഭാവികമായും അതെല്ലാം തന്നെ ഇവർക്ക് വളരെ ഗുണത്തെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദുസ്വാധീനം ഇവരെ വലുതായിട്ട് ഈ ആഴ്ചയിൽ ബാധിക്കില്ല. ശുക്രൻ്റെ 5ലെ നില സാമ്പത്തികമായ നേട്ടവും കർമ്മരംഗത്ത് ഇവർക്ക് ഭാഗ്യവും വിജയവും സമ്മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം ഉറപ്പാകുന്നു. ബന്ധുമിത്രാദികളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നുമൊക്കെ വളരെ സന്തോഷകരമായ വർത്തമാനം കേൾക്കുന്നു. സന്താനങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലോ അവരുടെ പഠന സംബന്ധമായ കാര്യങ്ങളിലോ ഇവർക്ക് മനസ്സിന് സമാധാനവും ശാന്തിയും ലഭിക്കുന്നു. ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാൻ സാധിക്കുന്ന ഒരാഴ്ചയാണ് കന്നിക്കൂറുകാർക്ക് ഈ ആഴ്ച. മാത്രമല്ല വിദേശവുമായി ബന്ധപ്പെട്ട ജോലിയുടെ കാര്യത്തിലും അവർക്ക് വളരെ സന്തോഷകരമായ വാർത്ത കേൾക്കാൻ സാധിക്കുന്നു. പൊതുവെ ഗുണകരമാണ് ഭാഗ്യത്തിൻ്റെ കാര്യത്തിലും പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും ജോലി സംബന്ധമായ കാര്യത്തിലും അതുപോലെ തന്നെ സാമ്പത്തികമായ കാര്യത്തിലും. എന്നാൽ മോശാവസ്ഥ ഉണ്ടാകുന്നത് പ്രധാനമായും ലോവർ അബ്ഡമിൻ ഭാഗങ്ങളിലും അതുപോലെ തന്നെ ഡയഫ്രം പോലുള്ള ഹൃദയത്തിന് തൊട്ട് താഴെയുള്ള ഭാഗങ്ങളിലുമൊക്കെ നേരിയ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഹൃദ്രോഗത്തിൻ്റെ കാര്യമൊന്നുമല്ല പറയുന്നത്. സൂര്യനായതുകൊണ്ട് 6-ാം ഭാവത്തിൽ പോകുമ്പോൾ രോഗാവസ്ഥയ്ക്ക് ദോഷം ഉണ്ടാകാം. പ്രത്യേകിച്ച് നയനരോഗമോ ഞരമ്പ് സംബന്ധമായ അസുഖമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശത്രു എന്നാൽ താങ്കളുടെ മേൽ ഈ ആഴ്ച വലിയ ചില ബഹളങ്ങളൊന്നും കാണിക്കാനുള്ള സാധ്യതയില്ല. അത്തരം ദുര്യോഗങ്ങൾക്ക് മേൽ ഈ ആഴ്ച ഈ നക്ഷത്രക്കാർക്ക് വിജയമാണ് കാണുന്നത്. ഈ ആഴ്ച ഇവരുടെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 12, 13, 14 ഉച്ചവരെയും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ്റെയും അതുപോലെ തന്നെ ബലമുള്ള ചൊവ്വയുടെയും ബുധൻ്റെയും ഒക്കെ നില ഗുണകരമാണ്. ചൊവ്വ 4-ൽ ബലവാനായിട്ട് നിൽക്കുന്നതിനാൽ കുടുംബസംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് ചില പ്രത്യേക വാശികൾ കൊണ്ട് കാര്യങ്ങൾ നടത്താൻ സാധിക്കും. ആലസ്യത്തിലാണ്ട് കിടന്നിരുന്ന കുടുംബത്തിലെ ചില പ്രവർത്തനങ്ങൾ ഇപ്പോൾ ശക്തമായി മുന്നോട്ട് വരികയും അത് പ്രവർത്തനത്തിൽ വിജയമുണ്ടാവുകയും ചെയ്യും. മാതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും മാതാവിൻ്റെ രോഗാവസ്ഥയിലുമൊക്കെ മാറ്റം കാണുന്നുണ്ട്. എന്നാൽ വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണം എന്ന് കാണുന്നു. വാഹനത്തിന് പുതിയ വാഹനം വരികയോ വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ മാറ്റി അത് തിരിച്ച് ലഭിക്കുകയോ ഒക്കെ ചെയ്യാം. എന്നാൽ സ്പീഡിൻ്റെ കാര്യത്തിലും ഉന്മേഷത്തിൻ്റെ കാര്യത്തിലും അധികമായ ചില അവസ്ഥകൾ ഉണ്ടാകുന്നത് സൂക്ഷിക്കുക. അത്തരം കാര്യങ്ങൾ ചൊവ്വ ബലവാനായിട്ട് നിൽക്കുന്നതിന് അതിൽ നിന്നൊക്കെ നേരിയ തോതിലെങ്കിലും അപകടമോ ചോര വീഴുന്ന അവസ്ഥയോ കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. മാതാവിൻ്റെ കാര്യത്തിലും മാതാവുമൊത്ത് സാഹസിക യാത്രകളോ ദീർഘദൂര യാത്രകളോ ഒക്കെ ഈ ഒരു ആഴ്ച ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ പൊതുവെ വീടിന് ലഭിക്കുന്ന ലൗകികമായ നേട്ടങ്ങൾ തീർച്ചയായും ഈ ആഴ്ച ഇവർക്ക് അനുവദിച്ച് കിട്ടുന്നതാണ്. സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു. വീടിൻ്റെ പല അറ്റകുറ്റപ്പണികളും നിവർത്തിക്കപ്പെടുന്നു. ചിലപ്പോൾ വീടുമായി ബന്ധപ്പെട്ട് പുതിയത് വാങ്ങാനോ അല്ലെങ്കിൽ ഇല്ലാത്തവർക്ക് പുതിയ ഒരു വീട് കിട്ടാനോ ഒക്കെയുള്ള ആഴ്ചയുടെ തുടക്കമാകാം ഇന്നത്തെ ദിവസം, അല്ലെങ്കിൽ ഇന്നത്തെ ആഴ്ചയിൽ അത് തീർച്ചയായിട്ടും അവർക്ക് അനുവദനീയമായി കിട്ടുന്നതാണ്. മറ്റൊരു ഗുണകരമായ അവസ്ഥ അമ്മാവന്മാരുമായി ബന്ധപ്പെട്ട് ചെറിയ കലഹമോ പ്രശ്നങ്ങളോ വാക്കുതർക്കമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും വീടിൻ്റെ തർക്കമോ ഭൂമിയുടെ അതിർത്തി സംബന്ധമായ കാര്യങ്ങളിലോ ഒക്കെ ആകാം ഇതുണ്ടാവുക. പിന്നെ മറ്റു ഗുണങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവത്തിൽ വ്യാഴം അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് വിദേശയാത്ര, വിദേശത്തു പഠനം, ജീവിത പങ്കാളിയുമൊത്തുള്ള ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല വശങ്ങൾ ഈ ഒരു ആഴ്ച ഇവർക്ക് അനുവദിച്ച് കിട്ടുന്നതാണ്. ഒരുപക്ഷെ ജീവിത പങ്കാളിൽ നിന്ന് ധനസഹായമോ അവരുടെ കുടുംബത്തിൽ നിന്ന് ഈ പ്രത്യേക നക്ഷത്രക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ഗുണകരമായി വരികയോ ഒക്കെ ചെയ്യാം. പഠന സംബന്ധമായ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർക്കോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്കോ ഗുണകരമായ ഒരു ആഴ്ചയായിട്ടാണ് കാണുന്നത്. 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു ഉദര സംബന്ധമായ അസുഖങ്ങൾ വിളിച്ചു വരുത്തിയേക്കാം. അതുകൊണ്ട് ആഹാരം, അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ, മറ്റ് ലഹരി ഉപയോഗിക്കുന്നവർ ഇവരൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കുക. ഈ ആഴ്ച ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ദോഷാവസ്ഥകൾ ഇവർക്ക് ബാധിക്കാം. ഈ ആഴ്ച ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 1-ാം തീയതി താരതമ്യേന ഗുണമാണ്. പിന്നീട് 12, 13, 14 ഉച്ചവരെയും ഗുണമാണ്. 16ഉം 17ഉം താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അനിഴം, കേട്ട, വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഗുണകരമായ അവസ്ഥകൾ അല്പം കാര്യമായിട്ട് വരുന്ന ആഴ്ചയായിട്ട് ഇപ്പോഴും കാണുന്നില്ല. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനിയുടെയും മാറി നിൽക്കുന്ന വ്യാഴത്തിൻ്റെയും ദോഷാവസ്ഥയുണ്ട്. 11-ൽ നിൽക്കുന്ന കേതു മാത്രമാണ് ഇവർക്ക് സാമ്പത്തികമായി, പ്രത്യേകിച്ചും വിദേശ സംബന്ധമായ പ്രവർത്തനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വിദേശത്തുള്ള ഏതെങ്കിലും കമ്പനിയുടെ ഇവിടുത്തെ ശാഖകളിൽ ജോലി ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പൂർണ്ണമായും വിദേശത്തു നിന്ന് സഹായിക്കുന്ന സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ ഒക്കെ സഹായം കൊണ്ട് ധനപരമായ ഗുണം ഉണ്ടാകാം.
എന്നാൽ ശുക്രൻ്റെ 3-ാം ഭാവത്തിലെ നില അത്ര നല്ലതല്ല. അതുപോലെ തന്നെ ബുധനും 3-ൽ താരതമ്യേന ഗുണമൊന്നും ചെയ്യില്ല. എന്നാൽ ചൊവ്വ ബലവാനായി 3-ൽ നിൽക്കുന്നത് ഇവർക്ക് സഹോദരങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ സഹായം വരുത്തി വയ്ക്കും. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി ശുഷ്കാന്തി, എന്തു പരാജയമുണ്ടായാലും സാമ്പത്തികമായി വലിയ ഗുണമൊന്നുമില്ലെങ്കിലും തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ആത്മാർത്ഥമായി മനസ്സർപ്പിച്ച് ജോലി ചെയ്യാനുള്ളൊരു മനസാന്നിധ്യം ഇവർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടം ഇവർക്കുണ്ടാകും. അന്നു തന്നെ മടങ്ങി വരുന്ന ഹ്രസ്വയാത്രകളിൽ നിന്ന് ഗുണമുണ്ടാകുന്നു. പ്രവർത്തനങ്ങളിൽ കൂടുതൽ വിജയമുണ്ടാകുന്നു. അതുകൊണ്ട് പൊതുവെ യാത്രാഗുണം, പ്രവർത്തന വിജയം, സാമ്പത്തിക നേട്ടം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ബന്ധുമിത്രാദികളും അതുപോലെ സഹോദരന്മാരും ഇവരെ സഹായിക്കുമെന്ന് കാണുന്നു. സഹോദരന്മാർക്ക് സാമ്പത്തികമായോ അല്ലെങ്കിൽ ശാരീരികമായോ ചില അവശതകൾ ഉണ്ടാകാം. അതുകൊണ്ട് പ്രത്യേകം അത്തരം കാര്യങ്ങളിൽ അവരുടെ ശ്രദ്ധ ഉണ്ടാവണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 14 ഉച്ചയ്ക്ക് ശേഷം 15, 16, 17 ദിവസങ്ങൾ നല്ലതാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 5-ൽ അനുകൂലമാണ്, ശനി 3-ലും അനുകൂലമാണ്, 10-ാം ഭാവത്തിലെ കേതു, 4-ൽ നിൽക്കുന്ന രാഹു. തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വ്യക്തികൾ, ഈ നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികൾ തങ്ങളുടെ നയപരമായ ഇടപെടലുകൾ കൊണ്ട് ഇത്തരം ചില സന്നിഗ്ധാവസ്ഥകൾ തങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിന്ന് മാറ്റിയെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ശുക്രൻ്റെ 2-ലെ നില നല്ല വാക്കുകൾ കൊണ്ട്, മധുര ഭാഷണങ്ങൾ കൊണ്ട് ഇവർക്ക് ഇവരുടേതായ നില കൈവരിക്കാനാകും. അതുകൊണ്ട് പ്രശ്നങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ സാധിക്കും. എന്നാൽ സൂക്ഷിക്കുക, ശത്രു ഏതൊക്കെയോ രൂപത്തിൽ തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഒരു നിഴൽ പോലെ പിന്തുടരുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഒരു ചെറിയ അബദ്ധമോ തെറ്റോ മതി അതിനെ വലുതായി കാണിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഇടയിൽ തങ്ങളുടെ വില ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥ ഇവരെ പിന്തുടരും. പ്രത്യേകിച്ചും കർമ്മരംഗത്തും അതുപോലെ കുടുംബത്തിലും ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങളുണ്ടാകും. ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾ എന്ന് വിചാരിക്കുന്നവർ തന്നെ ശത്രുസ്ഥാനത്ത് മാറി തങ്ങളെ ഉപദ്രവിക്കുന്നതായി കാണാം. മനസ്സിൻ്റെ സമാധാനം കൈവിടുന്ന അവസ്ഥയുണ്ടാകാം. പക്ഷേ അവിടെയൊക്കെ തന്നെ ഈ ഒരാഴ്ച സ്വന്തം മനസ്സിൻ്റെ ശക്തി കൊണ്ടും പ്രാർത്ഥന കൊണ്ടുമൊക്കെ നല്ല രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് ഇവർക്കതിനെ വിജയിക്കാൻ സാധിക്കും. സാമ്പത്തികമായി നല്ല നേട്ടം കാണുന്നു. കുടുംബത്തിനെ സഹായിക്കാൻ തക്കവണ്ണമുള്ള സാമ്പത്തിക ഭദ്രത ഇവർക്ക് ഈ ആഴ്ചയുണ്ടാകുന്നു. യാത്ര കൊണ്ട് ഗുണവും പ്രവർത്തന മേഖലയിൽ വിജയവും കാണുന്നു. ചെറിയ ചില തടസ്സങ്ങൾ ഒഴിച്ചാൽ ഈ ആഴ്ച പൊതുവേ നല്ലതാണ്. എന്നാൽ കർമ്മരംഗം, പ്രവർത്തന രംഗം വളരെ സൂക്ഷിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 11-ാം തീയതി നല്ലതാണ്. പിന്നെ 16 ഉച്ചയ്ക്ക് ശേഷം 17 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ശനി 2-ലാണ്, വ്യാഴം 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 4-ലെ വ്യാഴത്തിൻ്റെ നില അവർക്ക് താരതമ്യേന ഗുണത്തെ സമ്മാനിക്കും. എന്നാൽ 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതു പിതാവിനത്ര നല്ല അവസരം ഉണ്ടാക്കില്ല. മാത്രമല്ല ഉപരിപഠനവുമായി ബന്ധപ്പെട്ട ഈ നക്ഷത്രക്കാരുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ഇവരുടെ മക്കളുടെ കാര്യത്തിലോ ഒക്കെ ചെറിയ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. 3-ൽ നിൽക്കുന്ന രാഹു ഈ തടസ്സങ്ങളെയും ഈ പരാജയങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് വീണ്ടും പ്രവർത്തിക്കാനും വിജയം കൈവരിക്കാനുമുള്ള ഒരു മനസാന്നിധ്യം ഇവർക്ക് സമ്മാനിക്കും. സാമ്പത്തികമായ നേട്ടവും കാണുന്നു. സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരന്മാർ ഇതൊക്കെ ഇവരെ ഈ സന്ദർഭത്തിൽ സഹായിക്കുമെന്ന് കാണുന്നു. തങ്ങളുടെ വ്യക്തിത്വത്തിന് നല്ല ഒരു അവസ്ഥ സമ്മാനിക്കുന്ന തരത്തിൽ നല്ല വസ്ത്രധാരണം, നല്ല രീതിയിൽ ഭംഗിയായി ഒരുങ്ങി ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനും ജോലി സ്ഥലത്ത് അങ്ങനെ തന്നെ വരുവാനും പോകുവാനുമൊക്കെ സാധിക്കുന്നത് കൊണ്ട് ഇവരുടെ വ്യക്തിത്വത്തിനും ഇവരുടെ മതിപ്പിനുമൊക്കെ വില വർദ്ധിക്കുന്ന ഒരാഴ്ചയാണ്. എന്നാൽ വാഹനം, ഭാരമുള്ള വസ്തുക്കൾ, വളരെ പോയിൻ്റഡായിട്ട് മൂർച്ചയുള്ള ആയുധങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ശരീരത്തിൽ മുറിവോ അതുപോലെ തന്നെ തീയുമായി അടുക്കളയിൽ പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. പൊള്ളലേൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ ചുണയും അങ്ങേയറ്റത്തെ കാര്യപ്രാപ്തിയും ഈ ആഴ്ച ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടവും കാണുന്നു. ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം തങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, രക്തബന്ധത്തിൽപ്പെട്ടവർ, പിതാവ് ഇവർക്കൊക്കെ ശാരീരികമായ അവശത ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. യാത്ര ചിലപ്പോൾ മുടങ്ങിയേക്കാം. എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ അത് ഗുണകരമായി വരികയും ചെയ്യും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 12, 13, 14 ഉച്ചവരെയും ഗുണമുള്ള ദിവസങ്ങളാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2-ാമത്തെ അര, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മശനി, വ്യാഴത്തിൻ്റെ 3-ലെ നില, 2-ലെ രാഹു, അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കേതു ഇത്രയും ദോഷാവസ്ഥകളാണ്. 12-ലാണ് മറ്റു ഗ്രഹങ്ങളും നിൽക്കുന്നത്. സൂര്യൻ ഉൾപ്പെടെ ചൊവ്വ, ബുധൻ,
ശുക്രൻ ഇവരെല്ലാം 12 നിൽക്കുന്നു. 12 നിൽക്കുന്ന ശുക്രൻ സാമ്പത്തികമായ ദോഷമോ തൊഴിൽ രംഗത്ത് പ്രശ്നമോ വരുത്തില്ല. എന്നാൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം ശ്ലാഘിക്കപ്പെടുകയും എന്നാൽ ഏറ്റവും ഒടുവിൽ ആ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പരിഹാസമോ കുറ്റമോ ഒക്കെ ഏൽക്കേണ്ടി വരികയും ചെയ്യും. അത് അടുത്ത ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും തങ്ങൾ പ്രവർത്തിക്കുന്ന തൊഴിൽ മേഖലയിലായാലും അത്തരമൊരവസ്ഥയുണ്ടാകാം. അതുകൊണ്ട് പരിഹാസത്തിനോ ഒറ്റപ്പെടുത്തലിനോ കുറ്റം അടിച്ചേൽപ്പിക്കുന്നതിനോ ഉള്ള അവസ്ഥ സൃഷ്ടിക്കാതിരിക്കാൻ അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി ഓരോ കാര്യവും ചെയ്യുക. യാത്ര ചിലപ്പോൾ മുടങ്ങിയേക്കാനുള്ള സാധ്യതയുണ്ട്. പ്രവർത്തനങ്ങളിൽ നിന്ന് ഇമാതിരിയുള്ള മാനസിക വിഷമങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായി അധിക ചെലവാണ് കാണുന്നത്. അതുകൊണ്ട് ഈ ആഴ്ച പ്രത്യേകം ശ്രദ്ധിക്കണം കുംഭക്കൂറിലെ നക്ഷത്രങ്ങൾ. ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം തങ്ങളുടെ പിതാവുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ പിതാവിന് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശതയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമമോ ഉണ്ടാകാം. പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് പിതാവിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ മറ്റു ദോഷമോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ മേലധികാരികളുമായും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പ്രവർത്തന രംഗത്ത് ഇവർക്ക് ഭാഗ്യം എന്ന പോലെ തന്നെ കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ കഴിവിനെ അനുസരിച്ച് ഉള്ള ഉയർച്ച ഉണ്ടാകുകയും ചെയ്യുന്നു. പ്രവർത്തന മേഖലയിൽ മറ്റുള്ളവർക്ക് കഴിവ് മാനിച്ച് ഇവരെ വലിയ തോതിൽ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ പരിഹസിക്കാനോ സാധിക്കാതെയും വരുന്നു. സ്വന്തം കർമ്മ മേഖലയിലാണ് ഇവർക്ക് കൂടുതൽ ശോഭിക്കാൻ സാധിക്കുക. ഈ ആഴ്ച പൊതുവേ ഇവർക്ക് നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 11, 14 ഉച്ചയ്ക്ക് ശേഷം 15, 16 ഉച്ചവരെയും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും അതുപോലെ 12-ൽ സഞ്ചരിക്കുന്ന ശനിയും 2-ൽ സഞ്ചരിക്കുന്ന വ്യാഴം എന്തായാലും ഇവർക്ക് സാമ്പത്തികമായ നേട്ടം കൊടുക്കും. എന്നാൽ ജന്മത്തിലും 7ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന രാഹു കേതുക്കളുടെ സഞ്ചാരം സ്വാഭാവികമായും സ്വന്തം ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഏതെങ്കിലും തരത്തിലുള്ള വ്യഥ സൃഷ്ടിക്കാൻ സാധിക്കുന്നു, ദുഃഖമുണ്ടാക്കാൻ സാധിക്കുന്നു. തങ്ങളെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ സമൂഹത്തിലും പ്രവർത്തന മേഖലയിലും തങ്ങളുടെ കുടുംബത്തിൽ തന്നെയും വ്യാപരിക്കാനിടയുണ്ട്. അതുകൊണ്ട് അങ്ങേയറ്റം സൂക്ഷിക്കുക. ജീവിത പങ്കാളിയെ സംശയിക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ അവരുമായി കലഹിച്ച് മാറി നിൽക്കേണ്ടി വന്നേക്കാം. തിരിച്ചിങ്ങോട്ടും അവരിൽ നിന്ന് ഈ വ്യക്തികളെക്കുറിച്ച് മോശപ്പെട്ട ചില ചിന്തകൾ ഉയരുകയോ സംശയങ്ങൾ ഉണ്ടാവുകയോ ചെയ്തേക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അധമ ബന്ധങ്ങളുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കുക. അത് മറ്റുള്ളവരാൽ മറ്റുള്ളവർ അത് കണ്ടെത്തുകയും അതിൽ നിന്ന് അപഹാസ്യതയോ നിന്ദ്യമായ പെരുമാറ്റമോ ഉണ്ടാവുകയും ചെയ്യാം. പരിഹസിക്കപ്പെടുക, അവജ്ഞയുടെ രൂപത്തിൽ നോക്കുക, ഇതൊക്കെ ഈ ആഴ്ചയുണ്ടാകാം. ഇതൊന്നുമല്ലെങ്കിൽ ശാരീരികമായ അവശത, കാണപ്പെടാത്ത എന്തെങ്കിലും നിഗൂഢമായ ചില രോഗാണുബാധകൾ ഉണ്ടാകാം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉണങ്ങാത്ത വ്രണമുണ്ടാവുക, അതിൽ നിന്ന് മനസ്സിന് വിഷമമുണ്ടാകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാം. ചെലവ് അധികരിച്ചിരിക്കുമെന്ന് കാണുന്നു. കർമ്മമേഖല എന്നാൽ പൊതുവെ ഗുണകരമാണ്. സാമ്പത്തികമായ നേട്ടം, കഴിവിനനുസരിച്ച് ഉയർന്നു വരാനുള്ള സാധ്യത, തങ്ങളുടെ കലാപരമായ കഴിവും പ്രത്യേകമായ സ്കില്ലും ഉപയോഗിച്ച് പരമാവധി ധനം ഉണ്ടാക്കാവുന്ന ഒരാഴ്ചയായിട്ട് തന്നെയാണ് കാണുന്നത്. വ്യക്തിപരമായ ആരോഗ്യ സംബന്ധമായ പെരുമാറ്റ സംബന്ധമായ കാര്യങ്ങളിലാണ് ഈ ആഴ്ച കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 12, 13, 14 ഉച്ചവരെ, പിന്നീട് 16 ഉച്ചയ്ക്ക് ശേഷം 17 ഗുണമുള്ള ദിവസങ്ങളാണ്. ഓം ശനൈശ്വരായ നമഃ എന്ന് ജപിക്കുക. കറുത്ത വസ്ത്രം ധരിക്കുക. ശനിയാഴ്ച ദിവസം കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവു നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. ഏറ്റവും എളിയവനോട് പോലും മനസ്സോടുകൂടി പെരുമാറാൻ പഠിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം അർപ്പിക്കുക. ഓം നമോ നാരായണായ ജപിക്കുക. ഏറ്റവും അടുത്തുള്ള വിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. നെയ്ത്തിരി കത്തിക്കുക. പാൽപ്പായസ നൈവേദ്യം വ്യാഴാഴ്ച രാവിലെ ചെയ്യുക. ഓം ശ്രീ മഹാഗണപതയെ നമഃ എന്ന് കേതുദോഷത്തിന് പ്രാർത്ഥിക്കുക. കറുകമാല അർപ്പിക്കുക. തേങ്ങ ഉടയ്ക്കുക മുതലായ കാര്യങ്ങൾ ചെയ്യുക. ഓം നാഗായ നമഃ 100 പാലും അർപ്പിക്കുക. അതുപോലെ തന്നെ എല്ലാ ആയില്യത്തിനും പക്കനാളിനുമൊക്കെ തന്നെ നാഗർക്ക് എന്തെങ്കിലും കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്തയാഴ്ച. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.